പരീക്ഷ എഴുതുന്ന രസമാണ്. അപ്പോൾ ആ രസം കളിക്കാൻ വേണ്ടി നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കേണ്ടെങ്കിലെന്ന് പഠിച്ചോണം. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ 12 ടെക്നിക്കാണുള്ളത്. 12 ടെക്നിക്ക്. ഏറ്റവും വലിയ ഗവേഷണം എന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിദ്ധമായ ഗവേഷണമാണ് എക്സാം സൈക്കോളജി. ഏറ്റവും ആദ്യമായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞു, ഒരു പരീക്ഷ പേപ്പർ സാറിനെ ഇമ്പ്രസ് ചെയ്യാൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അവരൊരേ ലേഖനം തന്നെ, സെയിം വേർഡ്സ്, സെയിം ഫുൾ സ്റ്റോപ്പ്, സെയിം കോമ, സെയിം സെമിക്കോളൻ, സെയിം ഹാൻഡ് റൈറ്റിംഗ്, പക്ഷേ അവർ ഡിഫറെൻറ്റ് പെർമുട്ടേഷൻ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ഒപ്പിച്ചു. ഒരു പേജിൽ 13 വരി മുതൽ 46 വരി വരെ മാറ്റി മാറ്റി എഴുതിപ്പിച്ചു. ഒരു വരിയിൽ 3 വാക്ക് മുതൽ 9 വാക്ക് വരെ മാറി മാറി എഴുതിച്ചു. അവസാനം 6 ഭൂഖണ്ഡത്തെ കുറിച്ച് വാല്യൂ ചെയ്തു. ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി, ഒരു പേജിൽ 25 വരിയും ഒരു വരിയിൽ 5 വാക്കുകളുമായി പരീക്ഷ എഴുതിയ കുട്ടിക്ക് അതേ ഉത്തരം എഴുതിയ അതേ ഹാൻഡ് റൈറ്റിങ്ങിനുള്ള മറ്റ് ആൻസർ ഷീറ്റിനേക്കാളും 5% മാർക്ക് കൂടുതൽ കിട്ടി. 300 മാർക്കുള്ള പരീക്ഷയിൽ 15 മാർക്ക് അധികം കിട്ടി. ഇത് കണ്ടുപിടിച്ച ശേഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ആൻസർ ഷീറ്റും പ്രിൻ്റ് ചെയ്തിരിക്കുക. 25 വരി ഇങ്ങനെ പ്രിൻ്റ് ചെയ്യും. ഓരോ വരി 5 കഷ്ണമായിട്ട് എഴുതി വച്ചിരിക്കുക. ഞാനൊക്കെ IAS പഠിക്കുന്ന സമയത്ത് ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആൻസർ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഞങ്ങൾ പോയി ഇൻ്റർനാഷണൽ ബുക്ക് സ്റ്റോളിൽ പോയി ഇത് വാങ്ങിച്ചിട്ട് അതിൽ എഴുതി പഠിക്കും. ഇപ്പോഴത്തെ പല പരീക്ഷയും വെള്ളക്കടലാസാണ്. വെള്ളക്കടലാസ് എഴുതുമ്പം അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെള്ളക്കടലാസ് എടുത്ത് ഒരു സ്കെയിലും പേനയും വെച്ച് 25 വര വരയ്ക്കണം. ഓരോ വരയെ 5 കോളമായിട്ട് തിരിക്കണം. എന്നിട്ട് എഴുതി പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വെള്ളക്കടലാസ് കിട്ടുമ്പോഴും നിങ്ങൾ എഴുതിയാൽ ഏതാണ്ട് 25 വരിയും ഒരു വരിയിൽ 5 വാക്കുകളായിട്ട് വരും. അങ്ങനെ ഒരു പേജിൽ 25 വരിയും ഒരു വരിയിൽ 5 വാക്കുകളുമായി പരീക്ഷ എഴുതിയാൽ അക്കാരണത്താൽ മാത്രം 5% മാർക്ക് കൂടുതൽ കിട്ടും. 5% മാർക്സ് എക്സ്ട്രാ. എക്സാമിനറെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഈ അറേഞ്ച്മെൻറ്റാണ്. രണ്ടാമതായി, ഒരു ആൻസർ ഷീറ്റിൽ എക്സാമിനർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പേജ് ഏതാണ്? ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി, ഫസ്റ്റ് പേജ്. എക്സാമിനേഴ്സ് ആൻസർ ഷീറ്റ് ഇങ്ങനെ കയ്യിലെടുക്കുമ്പം കൊള്ളാം ഒരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് പേജിൽ ഒരു വെട്ടും കുത്തും തിരുത്തും വന്നുകളായിരുന്നു. നമ്മൾ 3 മണിക്കൂറിന് പരീക്ഷ എഴുതാൻ കയറിയാൽ നമ്മൾ ചോദ്യം പേപ്പർ എടുത്ത് വെച്ചിട്ട് സമയം വീതിക്കും. വായിച്ചു നോക്കിയിട്ട് അറിയാവുന്ന ചോദ്യമാണ്, അറിയാൻ പറ്റുന്ന ചോദ്യം ഏതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 മിനിറ്റ്, രണ്ടാമത്തെ ചോദ്യം 15 മിനിറ്റ്, മൂന്നാമത്തെ ചോദ്യം 7 മിനിറ്റ്. ഇങ്ങനെ നമുക്ക് അറിയാവുന്ന പ്രോസസ്സ് വെച്ചിട്ട് ആ ടൈം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടാണ് നമ്മൾ 3 മണിക്കൂർ പരീക്ഷ തുടങ്ങുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 5 മിനിറ്റ് ഫസ്റ്റ് പേജ് എഴുതാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം. ഫസ്റ്റ് പേജ് നല്ല വൃത്തിയായിട്ട് ഒരു വെട്ടും കുത്തും ഇല്ലാതെ കൃത്യമായിട്ട് എഴുതി അങ്ങോട്ട് നിറയ്ക്കണം. 2ാം പേജ് തൊട്ട് ജന്മസ്വഭാവം അതിലെഴുതിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് പേജ് 5 മിനിറ്റ് അധികം ചിലവാക്കി നല്ല വൃത്തിയായിട്ട് ഒരു വെട്ടും കുത്തും തിരുത്തുമില്ല എഴുതണം. ചില പിള്ളേർ പരീക്ഷ എഴുതും, 1ാം വരി എഴുതി കുറുകൊരൊറ്റ വര. വേറെ ചില പിള്ളേർ തെറ്റിപ്പോയി, വരയിടുന്നതിന് വരുവൻ ബാർബ്ഡ് വയർ ഫെൻസ് ഇങ്ങനെ വരച്ച് വെച്ചത്. വേറെ കുറേ എണ്ണമുണ്ട്. ഞാൻ എഴുതി എന്തോന്ന് എക്സാമിനർ കാണരുത്. വെട്ടി കൂത്തി അതിനകത്ത് 2 കിഴുത്തേക്ക് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കും ഫസ്റ്റ് ലൈനിൽ തന്നെ. കാണുമ്പോഴേ സാറിന് ഇവൻ ഏത് അശ്രീകരോടാണ് ഈ കുട്ടി എന്നൊരു തോന്നലുണ്ടാവും. നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് 5 മാർക്ക് 5 മിനിറ്റ് ഫസ്റ്റ് പേജ് എഴുതാൻ വേണ്ടി ചിലവഴിക്കണം. നല്ല വൃത്തിയായിട്ട് ഒരു വെട്ടും കുത്തും തിരുത്തുമില്ലാതെ എഴുതണം. സാർ ഇങ്ങോട്ടെടുത്ത് മുമ്പിലോട്ട് പിടിക്കും, കൊള്ളാം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. ആ ഇംപ്രഷൻ ഉണ്ടാക്കണം. IAS പരീക്ഷ ഉൾപ്പെടെയുള്ള വലിയ വലിയ പരീക്ഷകൾക്ക് 5 മാർക്സ് വിൽ ബി അവാർഡഡ് ഫോർ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. നല്ല കൈയക്ഷരത്തിന് 5 മാർക്ക് അധികം കൊടുക്കണമെന്നാണ്. ഞാനൊക്കെ IASൻ്റെ പേപ്പർ നോക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ എന്തെന്നറിയാമോ, ആദ്യം ആൻസർ എടുത്ത് മുമ്പോട്ട് പിടിക്കും. കൊള്ളാമെന്ന് തോന്നിയാൽ 5 മാർക്ക് കൊടുക്കും. അപ്പോൾ 7 ഉത്തരത്തിന് 7 5 35 മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടിയാൽ IASൻ്റെ ഫസ്റ്റ് റാങ്കും 1000ാമത്തെ റാങ്കും 1000 പേർക്ക് ഒരു കൊല്ലം കിട്ടുള്ളൂ. 1ാം റാങ്ക് തൊട്ട് 1000 റാങ്ക് വരെയുള്ള ആളുകളുടെ മാർക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് റാങ്കും ലാസ്റ്റ് റാങ്ക് 1000ാമത്തെ റാങ്കും തമ്മിൽ 90 മാർക്കിന് വ്യത്യാസം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിന് 35 മാർക്ക് കിട്ടിയാൽ പിന്നെ കുട്ടി 60 കൊണ്ട് ഒരു 55 മാർക്ക് കൂടെ വാങ്ങിച്ചാൽ മതി ടോപ്പിലെത്താൻ. അപ്പോൾ കൈയക്ഷരം വളരെ പ്രധാനമാണ്. കഴിഞ്ഞാൽ UPSC ഒരു ഗവേഷണം നടത്തി, ആർക്കാണ് ഈ മാർക്ക് കിട്ടുന്നത്. UPSC കണ്ടെത്തി 90% കുട്ടികൾക്കും കൈയക്ഷരത്തിന് മാർക്ക് കിട്ടിയത് പെൺകുട്ടികൾക്കാണ്.
ആമ്പിള്ളേർക്കാകെ 10% നല്ല കൈയേഷത്തിന് മാർക്ക് കിട്ടിയുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? ദൈവം തമ്മിലൊരു പണി കാണിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ കൈകളെ, കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കാനുള്ള കൈയാണ്. അതുകൊണ്ട് ദൈവം തമ്മിൽ ഈ പെൺപിള്ളേരുടെ കൈ നല്ല ലോലവും മൃദുലവും വണ്ണം കുറഞ്ഞതുമാണ്. അവരാ പേന ഇങ്ങനെ പിടിച്ചെഴുതിയാൽ നല്ല കൈയക്ഷരം. ആണുങ്ങളിൽ യുദ്ധം ചെയ്യാൻ വാളെടുത്ത് വെട്ടുന്നവന്മാരല്ലേ, അവൻ്റെ കൈക്ക് ഭയങ്കര വണ്ണവും പരുപരുത്തതും നീളവും ഉള്ളതുമാണ്. അങ്ങനെ ആമ്പിള്ളാതെ അങ്ങോട്ട് പിടിച്ച് കാക്കറം പൂക്കറ ഒരൊറ്റ എഴുത്താണ്, കണ്ടാൽ ഒരു അശ്രീകരം പോലെ ഇരിക്കും. അതുകൊണ്ട് പെൺപിള്ളേർക്കാണ് ഈ കൈയക്ഷരത്തിൻ്റെ മാർക്കിന് 90%. അതുകൊണ്ട് ആമ്പിള്ളേർ പേടിച്ചുകളയരുത്, ഇവരുടെ മാർക്ക് നിങ്ങളും പിടിക്കണം. കൈയക്ഷരമൊക്കെ വൃത്തിയാക്കി എഴുതി പഠിച്ച് ഫസ്റ്റ് പേജ് നല്ല ഭംഗിയായിട്ട് എഴുതി പെൺപിള്ളേർക്ക് കിട്ടുന്ന ഈ 5 മാർക്ക് നിങ്ങളും കൂടെ വാങ്ങിക്കണം. അപ്പോൾ ഇത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് പേജ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേജ്. മൂന്നാമതായി ചില കുട്ടികൾ അനുക്രമമായി ഉത്തരം എഴുതും. 1, 2, 3, 4, 5, 6, 7, 8, 9. എന്നെപ്പോലുള്ള ആളുകൾ ഒരിക്കലും ഓർഡർ തെറ്റിക്കുകയില്ല, കറക്റ്റ് ഓർഡറിലാണ്. വേറെ ചില പിള്ളേർ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കും. 7ാം ചോദ്യം പഠിച്ച ചോദ്യം ആട്ടിച്ച് പുറത്ത് ആദ്യം 7, പിന്നെ 10, പിന്നെ 1 ഇങ്ങനെ എഴുതി കളയും. പരീക്ഷ കളി കയറി കിളിത്തട്ട് കളിച്ച് കളയും. ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി കണ്ടെത്തി അനുക്രമമായി ഉത്തരം എഴുതുന്ന കുട്ടിക്ക് ഓർഡർ തെറ്റിച്ചെഴുതുന്ന കുട്ടിയെക്കാളും 5% മാർക്ക് കൂടുതൽ കിട്ടും. നിങ്ങൾ ആദ്യം 7ാമത്തെ ചോദ്യം ഉത്തരം എഴുതിയാൽ നിങ്ങൾ അറിയാതെ സാറിനോട് പറയുകയാണ്, 10 ചോദ്യത്തിൽ എനിക്ക് ഏറ്റവും അറിയാവുന്ന ഉത്തരം 7ാമത്തെ ചോദ്യം, അത് ആദ്യം എഴുതി. അത് സാറ് വായിൽ ചെയ്തപ്പോൾ 60% ഉള്ളൂ. അടുത്ത ചോദ്യം നിങ്ങൾ 65% എഴുതിയാലും നിങ്ങൾ അറിയാതെ സാറിനെ പ്രൊഡ്യൂസ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് സാർ 58 എടുത്തുള്ളൂ, അടുത്തതിന് 56 എടുത്തുള്ളൂ. മാർക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നെവർ ചേഞ്ച് ദ ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ആൻസർ ഷീറ്റ്. തന്നെയല്ല, അനുക്രമമായി ഉത്തരം എഴുതുന്ന കുട്ടിയപ്പോൾ സാറിന് തോന്നുന്നുണ്ടോ, ഇവൻ നല്ല അടുക്കും ചിട്ടയുള്ള കുട്ടിയല്ലേ, അതാണ്ട് 1, 2, 3, 4 മറ്റവൻ എന്താ ആൻസറും കെട്ടവൻ കുറുകെ നെടുക കിടന്ന് എഴുതുകയാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ ടെക്നിക്ക്, നെവർ ചേഞ്ച് ദ ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻസ് വെൻ യു ആൻസർ ഇൻ ദ ആൻസർ ഷീറ്റ്. നാലാമത്തത്, ചില കുട്ടികൾ പരീക്ഷ എഴുതും, 10 ചോദ്യത്തിന് ഉത്തരം വേണം, 10ഉം അറിയാവുന്ന രീതിയിലൊക്കെ എഴുതി വെക്കും. ചില കുട്ടികൾ 9 അടിച്ച് പറത്തി എഴുതി 10ാമത്തെ അങ്ങ് വിട്ടുകളയും. എക്സാം സൈക്കോളജിസ്റ്റുകൾ പറയുന്നു, 10 ചോദ്യവും എബോറായി ഉത്തരം എഴുതുന്ന കുട്ടിക്ക് 9 ചോദ്യം അടിച്ച് പറത്തി എഴുതി 10ാമത്തെ വിട്ട് കളഞ്ഞ കുട്ടിയെക്കാളും മാർക്ക് കൂടുതൽ കിട്ടും. കാരണം 9 ചോദ്യം അടിച്ച് പറത്തി എഴുതിയ കുട്ടി സാറ് മനസ്സിലാക്കും, ഇവൻ സിലബസ് മുഴുവൻ പഠിച്ചിട്ടില്ല, ഇവൻ 9 എഴുതാനേ ഗ്യാസ് ഉള്ളൂ, 10ാമത്തെ ഇവൻ പഠിക്കാത്തതുകൊണ്ട് ഇവൻ എഴുതാൻ പറ്റിയില്ല. ഫസ്റ്റ് പ്രെജുഡിസാണ്. രണ്ടാമത് സാർമയായിരിക്കും, ഇവന് ടൈം മാനേജ്മെൻ്റ് ഇല്ല, 9 എഴുതിയപ്പോഴേ 3 മണിക്കൂർ കഴിഞ്ഞു പോയി, അതാണ് ഇവന് 10ാമത് എഴുതാൻ പറ്റായത്. രണ്ടായാലും 10 ചോദ്യം എബോറാവതെ എഴുതിയ കുട്ടിക്ക് 9 ചോദ്യം അടിച്ചു പറത്തി എഴുതി 10ാമത്തെ വിട്ട് കളഞ്ഞ കുട്ടിയേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടും. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ടു ദ ബെസ്റ്റ് ഓഫ് യുവർ നോളജ്, നെവർ ലീവ് എ ക്വസ്റ്റ്യൻ അൺആൻസേർഡ്. ഇതാണ് 4ാമത്തെ ടെക്നിക്ക്. 5ാമത്തെ ടെക്നിക്ക്, ഒരു പരീക്ഷ പേപ്പറിൽ ഉത്തരം എഴുതുമ്പോൾ ആ